أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحابه الفائزين برضا الله أما بعد ആദരണീയരായ ഉസ്താദന്മാര്, സ്നേഹനിധികളായ സഹോദര സഹോദരിമാർ, പ്രത്യേകിച്ച് KMIC-യുടെ റേഡിയോ ശ്രോതാക്കളായ സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ നമ്മുടെ പ്രഭാതത്തിലുള്ള മൗലിദും അസ്മാഉൽ ബദറും ദുആ കഴിഞ്ഞ തവസ്സുൽ ബൈത്ത് ചെല്ലുന്നത് കേട്ടു. ദുആ കഴിഞ്ഞിരിക്കുന്നു. ദുആയും കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ശംസുദാരി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സിറാജ് അവലോകന വാർത്തയും കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഏതായിരുന്നാലും അത്തരം വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ ഉലൂഹിയ്യത്ത്. പലവരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ഈ ക്ലാസ് റൂമിലുണ്ട്. കുടുംബമിത്രാദികളിലായി ചെയ്യുന്നവരും നാട്ടിൽ പങ്കുചേർന്ന് അറക്കാൻ ഉദ്ദേശിക്കുന്നവരും അറത്ത് കൊലമായവരുമുണ്ട്. മുമ്പൊക്കെ അർത്ഥത് കൊലമായവരുമുണ്ട്. എല്ലാവർക്കും ഒരു പരിഹാരം. കൂട്ടത്തിൽ ഒരു കാര്യം ഒന്ന് രണ്ടാളുകൾ ചോദിച്ചതാണ്, തോലിന്റെ വിൽപ്പനയുമായി ഇനി എന്തെങ്കിലും രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? അതായത് അങ്ങനെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണട്ടോ. നമുക്ക് ഈ മസാലകളൊക്കെ നമ്മുടെ ചില സാങ്കേതികമായ കാര്യങ്ങൾ പറയുന്നത് ചിലപ്പം നമ്മൾ സാധാരണക്കാരാണ്, വലിയ വലിയ സംഖ്യകളൊക്കെ ചെലവഴിച്ച് നമ്മൾ ചില അമലുകൾ ചെയ്യും. ഉദാഹരണം പറയാം, ഉംറ, ഹജ്ജ്, ഉലൂഹിയ്യത്ത്, അഖീഖത്ത്, സക്കാത്ത്, ഇതൊക്കെ സാമ്പത്തിക ചെലവുള്ളതാണല്ലേ. സാമ്പത്തിക ചെലവുള്ള വിഷയം നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് ആരോടൊന്നും ചോദിക്കാതെയും പറയാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിന് സംബന്ധമായ വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് റബ്ബേ എൻ്റെ കയ്യിലൊക്കെ അബദ്ധം വന്നു പോയിട്ടുണ്ടല്ലോ, ഇനി അതിനെന്തു പരിഹാരം എന്ന് ചോദിക്കും. ചില വിഷയങ്ങൾക്ക് പരിഹാരമുണ്ട്. ചെയ്തത് തെറ്റായിപ്പോയി, ചിലപ്പം നമുക്ക് ചില പരിഹാരങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഞാൻ വലിയ സന്തോഷവാനാണ്. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ KMIC-യുടെ ശ്രോതാക്കളിൽ ഒരു മാറ്റം. എന്താണ് മാറ്റം? ഇനി എന്തെങ്കിലൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് ഒന്ന് അന്വേഷിച്ച് ചെയ്യൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പലവരെയും എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന എല്ലാ മസാലകളും എല്ലാവരും കാണാപ്പാടം പഠിച്ചു വെക്കുന്നുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഇങ്ങനെ കുറെ കേൾക്കുമ്പോ ഇനി ഒരു കാര്യം ചെയ്യുമ്പോ അത് പറ്റാവുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടേ ഞാൻ ചെയ്യൂ. ഇനി എൻ്റെ ജീവിതത്തിൽ ഇത്തരം അബദ്ധങ്ങളൊന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും എന്ന് നല്ലൊരു വിഭാഗം സാധാരണക്കാരെ നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? ആ അഭിപ്രായമുള്ളവരൊക്കെ അനുസരിച്ചാണ് എല്ലാം പറയുന്നത്. ഇപ്പൊ നമ്മുടെ കൽബിലൊന്നും നിൽക്കൂല. എക്കളൊക്കെ നമ്മൾ കുറെ കേൾക്കും, കുറെ മറക്കും. ചെയ്യുമ്പോ ഞാൻ ശ്രദ്ധിക്കും എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇന്നലെ നമ്മൾ തോലിനെ കുറിച്ച്, ഉലൂഹിയ്യത്തിന്റെ തോലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഉസ്താദെ ഏതെങ്കിലും മദ്ഹബിൽ ഇത് വിൽക്കാന്ന് വലിച്ച കൗലും കീലുണ്ടെന്നാ പിന്നെ അയൽക്കാണ്ട് പോകാന്ന് കൊടുത്തത്. വിറ്റ തോല് ആ കൗലും വെക്കാണ്ട് കൂട്ടി കൊടുക്കായിരുന്നു എന്ന് പലവരും ചോദിച്ചു. ഞാൻ അത് ഒന്ന് കിതാബുകളൊക്കെ നോക്കി, പ്രത്യേകിച്ച് നമ്മുടെ 4 മദ്ഹബും വിശദീകരിക്കുന്ന അൽ മൗസൂഅത്തുൽ ഫിഖ്ഹിയ്യ, അൽഹംദുലില്ലാ അത് എനിക്ക് എത്തിച്ചു തരാൻ സഹായിച്ച നമ്മുടെ ഇബ്രാഹിം ഉസ്താദിനും അതിനു സാമ്പത്തികമായി പൈസ ചെലവഴിച്ച ആ അറബി സഹോദരൻ, എനിക്കറിയില്ല, അറബി സഹോദരനെ ഞാനും കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെയും കണ്ടിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഴിമന്ന എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹം വാങ്ങിത്തന്നതാണ്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും അത്തരം കിതാബുകൾ നോക്കുമ്പോൾ 4 മദ്ഹബിലും ഇത് വിക്കൽ അനുവദനീയമാണ് എന്നൊരു കൗല് കാണാനില്ല. അപ്പൊ ഈ വിഷയത്തിന്റെ ഗൗരവം
ഇന്ന് സാധാരണക്കാർക്ക് ഏറ്റവും പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ ഉളുഹിയ്യത്തിന്റെയും അഖീഖത്തിന്റെയും തോല് വിൽപ്പന. 3 മദ്ഹബ്, ഹനഫി മദ്ഹബ് അല്ലാത്ത മൗസൂഅത്തുൽ ഫിഖ്ഹിയ്യ പേജ് 50 ആണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാൻ പിന്നെ നോക്കിയിട്ട് പേജ് 50 ഞാൻ നോക്കിയിട്ടില്ല, വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. 3 മദ്ഹബ്, അതായത് ഷാഫിഈ, ഹംബലി, മാലിക്കി, ഈ 3 മദ്ഹബിലും ഉളുഹിയ്യത്തിന്റെ തോല് വിൽക്കൽ ഹറാമാണ്. ഉളുഹിയ്യത്ത് അർത്ഥവന്തോ ഇന്നലെ നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് എനിക്കൊരു ചെറിയ ബേജാറുണ്ട്. ഇന്നലെ നമ്മൾ വിശദീകരിച്ചത് കൊണ്ട് ഇന്ന് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കൂല. പക്ഷെ ഇന്നലെ ക്ലാസ് കേൾക്കാത്തവരെന്താകുന്നു, ഉളുഹിയ്യത്തിന്റെ തോല് വിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ആർക്കും വിൽക്കാൻ പാടില്ലേ എന്ന് മുമ്പത്തെ ക്ലാസ് കേൾക്കാത്തവർ തെറ്റിദ്ധരിച്ചു പോകും. പക്ഷെ ഇന്നലത്തെ ക്ലാസ് കേട്ടവർക്കറിയാം ഇത് ഉളുഹിയ്യത്ത് അർത്ഥവനും അഖീഖത്ത് അർത്ഥവനുമാണ് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അത് സ്വതക്കയായി സ്വീകരിച്ചവന് അതിനെ വിൽക്കാം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഷാഫിഈ, ഹനഫി, ഹംബലി ഈ 3 മദ്ഹബിലും ഇത് വിൽക്കാൻ പാടില്ല, അത് ഹറാമാണെന്നാണ് ഉള്ളത്. ഹനഫി മദ്ഹബിൽ അത് കറാഹത്താണ്, അപ്പോഴും ഒരു അനുവദനീയമായ അവസ്ഥ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കഴിഞ്ഞുപോയ ചില അമലുകൾ ഉണ്ടാവും. നമ്മൾ വലിയ സംഖ്യ ചെലവഴിച്ചൊരു അമല് ചെയ്തു. ഉദാഹരണത്തിന് എടുത്തോളൂ, ഉളുഹിയ്യത്ത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഹജ്ജ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എളുപ്പം തിരി. ഏറ്റവും ചെലവുള്ള ഒരു അമല് അല്ലെ, ഇബാദത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സമയവും സംഖ്യയും ചെലവഴിക്കുന്ന ഒരു അമല് ഹജ്ജാണ് അല്ലെ. എല്ലാവർക്കും ഉറപ്പല്ലേ? നമ്മുടെ ഉളുഹിയ്യത്തിനേക്കാളും അഖീഖത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു അമലാണ് ഹജ്ജ്. ഒരു ഷാഫിഈ മദ്ഹബിൽ പെട്ട ഒരു സഹോദരി ഒരു ഹജ്ജ് ചെയ്തു. ആ ഹജ്ജിന്റെ ഒരു അമലാണ് തവാഫ് അല്ലെ. ഹജ്ജ് സഹിയാവാൻ ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങളിൽ പെട്ടതാണല്ലോ തവാഫ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഈ തവാഫ് സഹിയാവാൻ ഒരു നിബന്ധനയാണ് ഔറത്ത് മറക്കുക എന്നുള്ളത്. പക്ഷെ ഒരു സഹോദരി, ഷാഫിഈ മദ്ഹബ് സ്വീകരിച്ച് ഹജ്ജിന് പോയ ഒരു സഹോദരി, അവൾ ഹജ്ജൊക്കെ ചെയ്തു, തവാഫും ചെയ്തു. പക്ഷേ ആ സഹോദരി തവാഫ് ചെയ്യുമ്പോ ഔറത്തായി മറക്കൽ നിർബന്ധമായ ചില ഭാഗം വെളിവായി. അതാ സഹോദരി അപ്പ അറിയില്ല വിഷയം. ഇങ്ങനെ എന്റെ ഔറത്ത് വെളിവായ രൂപത്തിലാണ് ഞാൻ തവാഫ് ചെയ്തത്. ഇത് എപ്പോഴാണ് അറിയുന്നത്? നാട്ടിലൊക്കെ വന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന് നാട്ടില് വന്ന് 40 ദിവസം വീട്ടിലിരുന്ന്, അങ്ങനെ ചിലവത്തൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ് ഒരു കണക്കില്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ 40 ദിവസം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, അത് നിർബന്ധമാണെന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. ഞങ്ങനെ ചെയ്യുന്ന പോലെ നമ്മൾ മുടക്കും വേണ്ട. അങ്ങനെയെങ്കിലും ഒരു 40 ദിവസം പെരയിൽ ഒതുങ്ങിയിരിക്കട്ടെ. ഇന്നലെ നമ്മളൊരു മസ്അല പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു, ആകെ ഒരു മുടികളച്ചലിന് പോവാനുള്ള അവസരം ഉണ്ടായിന്റെ അമ്മായി എന്നുള്ള പേരും പറഞ്ഞ് ആങ്ങളുടെ കുറ്റിയിലൊരു മുടികളച്ചലിന് പോവാനൊരു അവസരം ഉണ്ടായിന്. അത് ഉസ്താദ് കല്ലത്താക്കിന്നാണ്. ഞാന് മുടികളച്ചലിന് പോവൽ ഞാൻ കല്ലത്താക്കിയിട്ടില്ല. ഈ ഒസാന്റെ മുമ്പില് അമ്മായി എന്ന മാമൂലും വെച്ച് ഈ അന്യ പുരുഷന്റെ മുമ്പിൽ കുത്തിയുടെ മുടി കളയാൻ വേണ്ടി ഈ ഒസാന്റെ മുമ്പിൽ ഈ അന്യ പെണ്ണ് ഇരിക്കുക, ഇതേ ഞാൻ മുടക്കിയിട്ടുള്ളൂ. മുടി കളച്ചലിന് പോവലൊന്നും ഞാൻ മുടക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരോ 40 ദിവസം പെരയിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ. ഞാൻ കല്ലത്താക്കാൻ പോവണ്ട. പക്ഷെ അതൊക്കെ ഒരു നിർബന്ധ ബാധ്യതയാണ്. എത്രയോ സഹോദരിമാർ എന്നോട് ചോദിച്ചൊരു കാര്യം, സാറേ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നതാണ്, എനിക്ക് അർജന്റായ ഒരു സ്ഥലത്ത് പോവാണ്ട്, 40 ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്താ കാത്തുകയാണ്. ആരെങ്ങളോ ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ 40 ദിവസം ഹജ്ജ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഈ ഭീഷണി മുഴക്കിയാൽ ആരാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ 40 ദിവസവും കഴിഞ്ഞ് എന്നിട്ട് ഇങ്ങനെ ഏതോ ഒരു ഹജ്ജിന്റെ ക്ലാസ്സോ യാദർശികമായി അല്ലെങ്കിൽ നിസ്കാര സംബന്ധമായി സ്ത്രീകളുടെ ഔറത്ത് പറഞ്ഞപ്പോ ഇതേ ഔറത്ത് തന്നെയാണ് തവാഫ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട
ഔറത്ത് എന്നൊക്കെയും പറഞ്ഞപ്പോ ആ സഹോദരി അപ്പ ചിന്തിച്ചു, ഇതാണ് ഒരു സ്ത്രീയുടെ ഔറത്ത് എങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ സാന്ദർഭികമായി ഒന്ന് പറയാണ്, ഇതൊക്കെ നമുക്ക് വരുന്ന അശ്രദ്ധകൾക്ക് ഇനി പരിഹാരമുണ്ടോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണല്ലോ. ഫിഖ്ഹിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വന്നുപോയ അബദ്ധങ്ങൾക്ക് പരിഹാരമുള്ളേടത്ത് നമുക്ക് പരിഹാരം കാണേണ്ടതുണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെയൊക്കെയും കഴിഞ്ഞു. ഇപ്പൊ നമ്മളെ താടിയെല്ലിന്റെ താഴ്ഭാഗം മറക്കുന്ന ഒരു മസ്അല അല്ലെ, താഴ്ഭാഗം മറക്കുന്ന മസ്അല എന്തായിരുന്നു? അതിന്റെ ഇടയില് ഒരു പിത്തനം ഉണ്ടാക്കുന്ന ചൗക്കത്ത് സക്കാഫി, അതൊന്നു പറഞ്ഞു. ഇപ്പൊ ആ ഇബാദത്ത് വായിച്ച് നിങ്ങൾ സ്വീപ്പാവണ്ട. അതായത് ഉലൂഹിയത്തിന്റെ തോല് വിൽക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ഫദഹബൽ ഹസനുൽ ബസരിയു വന്നഹി വഅബൂ ഹനീഫ വറുവിയ ദാലിക അനിൽ ഔസായി ഇലാ ജവാസി ബൈഇഹി. മനസ്സിലായോ? കറാഹത്താണ്. കറാഹത്ത് ചിലപ്പം ജായിദാണെന്ന് വരും. മറ്റു മദ്ഹബില് 4 മദ്ഹബിന്റെ പുറത്ത് ചിലപ്പോൾ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും ഷാഫി മദ്ഹബ് പ്രകാരം ഹറാമാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏതോ ഇരിക്കട്ടെ. അപ്പോ താടിയെല്ലിന്റെ താഴ്ഭാഗത്തിൽ മറക്കുന്ന മസ്അലക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സഹോദരി തവാഫ് ചെയ്തു. പ്രത്യേകിച്ച് ഞാൻ പറയാണ്, വലിയ സംഖ്യകൾ ചെലവഴിച്ചിട്ടാണല്ലോ ഉംറക്കും തവാഫിനൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ നമ്മൾ പോകുന്നത്. അങ്ങനെ പലപ്പോഴും ചില കേരളത്തിൽ നിന്നുള്ള സഹോദരിമാർ, ഷാഫി മദ്ഹബ് പ്രകാരമുള്ള സഹോദരിമാർ തന്നെ തലമുടിയിൽ നിന്നൊക്കെ പലതും പുറത്തേക്ക് കാണുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് കാണാം. നമുക്കൊരു പരിധി വരല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഉംറക്കൊക്കെ തവാഫ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി തവാഫ് ചെയ്യുമ്പോ പ്രത്യേകം നമ്മൾ അതെന്ത് വേണം, ശ്രദ്ധിക്കണം. ചുരുക്കത്തില് എല്ലാം കഴിഞ്ഞ് ഹജ്ജൊക്കെയും കഴിഞ്ഞ് ഇങ്ങനെ 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹജ്ജ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഞാൻ തവാഫ് ചെയ്തപ്പോൾ ഉംറ ചെയ്തപ്പോൾ അതിന്റെ തവാഫിൽ എന്റെ ഔറത്ത് പൂർത്തിയായി വെളിവായിട്ടുണ്ട്, ഔറത്ത് മറയേണ്ട രൂപത്തിൽ മറയാതെയാണ് ഞാൻ തവാഫ് ചെയ്തത് എന്നൊരു സ്ത്രീക്ക് ബോധ്യപ്പെട്ടാൽ എന്തു ചെയ്യും? തവാഫ് സഹിയായിട്ടില്ലെങ്കിൽ അവരെ ഇഹ്റാമിൽ നിന്ന് കഴിച്ചിലാവൂലല്ലോ അല്ലേ? തവാഫും ചെയ്ത് സഹിയായ തവാഫൊക്കെ ചെയ്തിട്ടാണല്ലോ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവേണ്ടത്. ഈ സഹോദരിയാണെങ്കിലോ ഹജ്ജിന്റെ നാട്ടിലൊക്കെ വന്ന് ഭർത്താവുമായി ബന്ധപ്പെട്ട് ജീവിച്ച സഹോദരിയാണ് അല്ലെ? വാസ്തവത്തിൽ ഷാഫി മദ്ഹബ് പ്രകാരം ഇപ്പോഴും ഈ സ്ത്രീ ഹജ്ജിന് ഇഹ്റാം ചെയ്ത സഹോദരിയാ. ഇപ്പോഴും, കാരണം ഈ തവാഫ് വരെ സഹിയാവാത്തത് കൊണ്ട് ഇപ്പോഴും ഹജ്ജിൽ നിന്ന് വിരമിക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഉംറയിൽ നിന്ന് വിരമിക്കാത്തൊരവസ്ഥയുണ്ട്. എന്തായി? ഈ സഹോദരിയാണെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട് തലയിലൊക്കെ എണ്ണ തേച്ച് ഇഹ്റാമിന്റെ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പെണ്ണിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇനി മക്കത്ത് പോയിട്ടൊരു ഉംറ ചെയ്യാൻ ചിലപ്പം സാധിച്ചോന്നില്ല. അതല്ലെങ്കിൽ ഇനി ഹജ്ജ് ചെയ്യണമെങ്കിൽ ചിലപ്പം മാസം 6 കഴിയേണ്ടി വരും. ഇങ്ങനത്തൊക്കെ അവസ്ഥകൾ വന്നേക്കാം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ഒരു ഇബാദത്ത് ചെയ്യുമ്പോ അത് അതിൻ്റെതായ ഷർത്തുകളും ഫർളുകളും പതിച്ച് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം എല്ലാവരുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവണം അല്ലേ? അപ്പൊ ഇനി എന്താ ചെയ്യാനല്ല, അതവിടെ നിൽക്കട്ടെ. അങ്ങനെ എല്ലാവരും പാടെ പറഞ്ഞപ്പോ നിങ്ങൾ പിന്നെ അങ്ങനത്തെ എല്ലാം പോകൂലേ? അപ്പൊ എന്താ ചെയ്യ ഉസ്താദെ? അങ്ങനെ ചെയ്ത തവാഫ് സഹിയായിട്ടില്ലാന്ന് എല്ലാം കഴിഞ്ഞ് നാട്ടിൽ എത്തിയതിന്റെ ശേഷം ഒരു സ്ത്രീ അറിയുകയാണെങ്കിൽ എന്താണ് അതിന് പരിഹാരം? നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ ചർച്ചയിൽ അത് നിൽക്കട്ടെ. ചിലപ്പം പരിഹാരങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നഫി മദ്ഹബിൽ ഉലൂഹിയത്തിന്റെ മസല പറയാം ആദ്യം ഞങ്ങൾ ക്ഷമിക്കേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ, ഇപ്പൊ പലവരും ഉലൂഹിയത്ത് സംബന്ധമായ മസലകളൊക്കെ പറയുമ്പോ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അബദ്ധങ്ങൾക്ക് ഇനി എന്താണ് പരിഹാരം, ഇനി ചെയ്തു പോയതിന് വെച്ച പരിഹാരവുമുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനത്തെ അന്വേഷകരോട് ഞാൻ ഒരു കാര്യം ആദ്യം ഉണർത്തുകയാണ്. ഇനി കഴിഞ്ഞു പോയതിൽ നമുക്ക് വന്ന അബദ്ധങ്ങൾക്ക് പരിഹാരം കാണാൻ നിന്നാൽ
ഇപ്പൊ നീ ചെയ്യാൻ പോകുന്നതിൽ അബദ്ധം വരാതെ ചെയ്യിപ്പിക്കാനുള്ള സമയം നമുക്ക് കിട്ടാതെ പോകുന്നത് കൊണ്ട് ഏതായാലും കഴിഞ്ഞു പോയത് അവിടെ നിൽക്കട്ടെ. ഉലൂഹിയത്ത് തന്നെ എടുക്കാം. പല്ലവരും എനിക്ക് വിളിച്ചു, പല്ലവരും ഉസ്താദെ ആ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ എന്റെ കുത്തിയുടെ ഹഖീഖത്തർത്ഥപ്പം ഞാൻ തോല് വിറ്റിക്കാണ്. ഞാൻ തന്നെയാണ് ആ തോല് വിറ്റത്, വേറെ ആരും. ഞാൻ തോല് വിറ്റിട്ട് ആ കാശ് സദക്ക ചെയ്യാണ് ചെയ്തത്. ഞാൻ എന്റെ വീട്ടിൽ വെച്ച് ഉലൂഹിയത്ത് അർത്ഥ ഉസ്താദെ, എനിക്കിതൊന്നും അറിയാത്തതിന്റെ പേരിൽ ഞാൻ തന്നെ ആ തോല് വിറ്റു. വിറ്റിട്ട് ഞാൻ എന്താക്കി, ഞാൻ അതിന്റെ കാശ് മദ്രസയിലെ ഒരു പാവപ്പെട്ട ഉസ്താദിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞു പോയതിലുള്ള അബദ്ധങ്ങൾ അന്വേഷിക്കുന്നവർ, അതിനുള്ള പരിഹാരം അന്വേഷിക്കുന്നവർ നമ്മുടെ KMIC-യിൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് പരിഹാരം നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഇനി കഴിഞ്ഞു പോയതിലുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പോ ഈ വർഷം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പലവരുണ്ട്. ഉദാഹരണം പറയാം, നമ്മുടെ മുസ്തഫ അലൂർ ഒരു ഉദാഹരണം. മുസ്തഫ അലൂരിന്റെ പിതാവ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഉലൂഹിയത്ത് അടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മുസ്തഫ അലൂരിന്റെ പിതാവ് ചിലപ്പം അത്തരം ഒരു കർമ്മശാസ്ത്രക്ക് കൂടുതൽ പഠിച്ച വ്യക്തി ആയിക്കോളണമെന്നില്ല. അപ്പൊ നമ്മുടെ ഒരു ക്ലാസ് കേട്ട് മുസ്തഫ അലൂർ ഉപ്പ ഇപ്പൊ ഉലൂഹിയത്ത് അടക്കുന്നുണ്ട്, അപ്പൊ ഇന്ന കാര്യം ഉപ്പ ശ്രദ്ധിക്കണത്തോ എന്ന് പറഞ്ഞു കൊടുക്കാനൊരു അവസരം ഉണ്ടാക്കലായിരിക്കും ഏറ്റവും നല്ലത്, അല്ലേ? നിനക്ക് അഭിപ്രായം അങ്ങനല്ലേ? ഞാൻ ഇപ്പൊ കഴിഞ്ഞു പോയതിലുള്ള അബദ്ധങ്ങൾക്കുള്ള പരിഹാരം അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മസ്അല ഞാൻ സൂചിപ്പിച്ചത്. ഹജ്ജിന് പോയി തവാഫ് ചെയ്തു. തവാഫ് ചെയ്തപ്പോ ഔറത്ത് മറയാത്തതിന്റെ പേരിൽ ആ തവാഫ് സഹീഹായിട്ടില്ല. എന്റെ തവാഫ് ഹജ്ജിന്റെ സമയത്ത് ചെയ്ത തവാഫ് സഹീഹായിട്ടില്ല എന്ന് നാട്ടിലെത്തി കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഈ സഹോദരി അറിഞ്ഞത്. അപ്പൊ ഞാൻ നഷ്ടപ്പെട്ട ആ തവാഫിന് എന്തു പരിഹാരം? ഇത് ഞാൻ നിങ്ങൾ ഇത്തരം മസ്അലകളൊക്കെയും കൂടുതൽ പഠിക്കാനുള്ള താല്പര്യമുണ്ടാക്കാൻ ഞാനൊരു മസ്അല സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അതിന്റെ വിഷയങ്ങളൊന്നും ഇപ്പോൾ പറയുകയല്ല. അപ്പോ കഴിഞ്ഞുപോയതിലുള്ള അബദ്ധങ്ങൾക്ക് പരിഹാരം പറയുമ്പോൾ ഇനി ചെയ്യാൻ പോകുന്നവർക്ക് അബദ്ധങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ചിലപ്പോൾ എന്തായിക്കോന്നില്ല, സമയം കിട്ടൂല. ഇന്ന് ഏകദേശം ഞായറാഴ്ചയായി, ഇനി തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസമുള്ളത്. ഇനി ഒരു ദിവസമൊക്കെ എല്ലാവരും പെരുന്നാളിൻ്റെ ഒക്കെ തിരക്കിലാവും. ഇനിയും നമുക്ക് പലതും പറയാനുണ്ട്. ചുരുക്കി ഞാൻ പറയാം. അപ്പൊ 1-2 ദിവസം കൊണ്ട് ഈ വർഷം നമ്മളിൽ നിന്നോ നമ്മുടെ കുടുംബമിത്രാദികളിൽ നിന്നോ നമുക്കുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ ഉലൂഹിയത്ത് സംബന്ധമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വകയായിട്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം ഞാൻ ആദ്യം വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഞാൻ നിയ്യത്തിലേക്കാണ് ഇന്ന് കടന്നു വരുന്നത്. നിയ്യത്ത്, ഉലൂഹിയത്തിന്റെ നിയ്യത്ത്. അതിന്റെ മുമ്പായി ഞാൻ നിങ്ങൾക്കൊക്കെയും ഒരു അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം വേറെ പറയാം. ചില ആളുകൾ എന്തു ചെയ്യും, നമ്മുടെ വീട്ടിൽ നല്ലൊരു പശു ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, ഒരു പശു. ഈ പശു പ്രസവിച്ചപ്പോ നല്ല 2 കുട്ടികളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോ നമ്മൾ അതിൽ നിന്ന് ഒരു കുട്ടിനെ നമ്മൾ ഉലൂഹിയത്തടക്കാൻ നേർച്ചയാക്കി എന്നൊക്കെ പറയും, അല്ലേ? പറയാറില്ലേ? ഉലൂഹിയത്തടക്കാൻ നേർച്ചയാക്കി എന്ന് പറയും. ചിലപ്പം അത് ബലി പെരുന്നാളിന്റെ ഒരു 6 മാസം മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 4-5 മാസം മുന്നേ ആയിരിക്കും. നമ്മൾ നേർച്ചയാക്കി ഈ പശുക്കുട്ടിയെ, ഈ പശുവിനെ ഉലൂഹിയത്തടക്കാൻ ഞാൻ എന്താക്കി, നേർച്ചയാക്കി എന്നാല്. പക്ഷെ നമ്മളെല്ലാവരും ഒരു മസ്അല എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഉലൂഹിയത്തറക്കുന്ന മൃഗത്തിന് 2 വയസ്സ് പൂർത്തിയാവണമെന്ന്. ഇത് എല്ലാവർക്കും അറിയുന്ന മസ്അല. അവിടെ അബദ്ധമുണ്ട്. ഉലൂഹിയത്ത് അല്ലെങ്കിൽ ഹഖീഖത്തറക്കുന്ന മൃഗത്തിന് 2 വയസ്സാവണമെന്ന മസ്അല എല്ലാവർക്കും അറിയാം. അവിടെ ഒരു ചെറിയ അബദ്ധം ഞാൻ പറയട്ടെ. 2 വയസ്സാവനെന്നേ അറിയുള്ളൂ. 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണമെന്ന് പലവർക്കും അറിയില്ല. രണ്ടാമത്തെ അബദ്ധം ഞാൻ പറഞ്ഞത്. ഇത് വിഷയം സാധാരണക്കാർക്ക് വരുന്ന അബദ്ധാണ്. 2 വയസ്സാവണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തറിയാത്തവരുണ്ട്, 2 വയസ്സ് ആയാൽ പോരാ, 2 വയസ്സ് പൂർത്തിയായി 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം. ഇതറിയാത്ത പലവരുണ്ട്. കാരണം എന്താ? അതാണ് 2 വയസ്സ് പൂർത്തിയാവാനാണ്.
ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാ, ഒരു കുട്ടിക്ക് 1.5 കൊല്ലായി നോക്കുക, നമ്മൾ എന്താ പറയാ, 2 വയസ്സായിനല്ലേ, അല്ലേ? നിങ്ങൾ ഇന്നോട് സഹകരിക്കണം. എന്ത്, ഒരാൾക്ക് നമ്മൾ പ്രസവിച്ചിട്ട് 1.5 കൊല്ലായി നോക്കുക. നമ്മൾ എന്താ എന്റെ കുട്ടിയുടെ പ്രായം എന്താന്ന് ചോദിച്ചാൽ ഒരു ഡോക്ടറെ അടുത്ത് പോവുക, അല്ലെങ്കിൽ അംഗനവാടിയിൽ ഒരാൾ വരിക, കുട്ടികളുടെ വയസ്സും കണക്കൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് സ്കൂളിൽ ചേർക്കാൻ. അപ്പൊ നമ്മൾ എന്താ പറയുക, 5ാമത്തെ വയസ്സായിട്ട് ഉണ്ടാവൂല, 5ാമത്തെ വയസ്സായി ഒരു 5.5 വയസ്സ് അല്ല ഒരു 4.5 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറയാ, വയസ്സ് പറയുമ്പോ 5 വയസ്സിനെ പറയാം. പക്ഷെ അത് ഉലൂഹിയത്തിന് പറ്റൂല. 5 വയസ്സ് ആയാൽ പോരാ, 5 വയസ്സ് എന്ത് വേണം, ഒട്ടകാണെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവണം. അതുപോലെ തന്നെ കോലാടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. മറ്റ് പശു, മൂരി, എരുമ, അതുപോലെ തന്നെ പോത്ത് പോലത്തെ മൃഗങ്ങളാണെങ്കിലും 2 വയസ്സ് പൂർത്തിയാവണം. നേരെ മറിച്ച് നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവുകയോ അതല്ലെങ്കിൽ 6 മാസത്തിനു ശേഷം മുൻപല്ല് കൊഴിഞ്ഞു പോകുകയോ ചെയ്യുക. അത് നെയ്യാടിന്റെ ഒരു കണക്കാണ്. അപ്പൊ ചുരുക്കത്തിൽ ഞാനിപ്പോ മൃഗങ്ങളുടെ വയസ്സിലേക്ക് വരികയല്ല. ഉലൂഹിയ്യത്തറക്കുന്ന പോത്ത്, അതൊക്കെ ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നാടുകളിലേക്കും പോത്തോ മൂര്യയൊക്കെയാണ് നടക്കുക. പിന്നെ അവരൊരു ചെറിയ ചർച്ച നടക്കുന്നുണ്ട്, പോത്താ നല്ലത് മൂര്യ നല്ലത്. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പോത്താണോ നല്ലത് മൂരിയാണോ നല്ലത്? അത് നമ്മൾ കിതാബിയായി ഒരു ചർച്ച ചെയ്യുന്നതിനേക്കാൾ സാധാരണക്കാർക്ക് പ്രായോഗികമായ ഒരു വശന്ത, ഒരു മഹല്ലത്തിൽ ഒരു നാട്ടിൽ ഒരു മൃഗത്തെ അറക്കുമ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന മാംസം എന്താ, അതറക്കുക. ഇപ്പൊ എനിക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, ഞാൻ ആ സ്ഥലത്ത് ജോലി ചെയ്ത വ്യക്തിയാണ്. അവിടെ ഒറ്റ കുറ്റി മൂരിയർച്ചി കൂട്ടൂല. ആ ഭാഗത്ത് ഇപ്പൊ എങ്ങനെയായിട്ടാ, ഞാനൊരു 10 കൊല്ലം മുന്നേ ജോലി ചെയ്തതാണ്. 10 കൊല്ലം മുന്നേ ജോലി ചെയ്തതാണ്. ഇപ്പോൾ തിന്നാൻ തുടങ്ങിയിരിക്കണോ എനിക്ക് അറിയില്ല. ചിലപ്പോ മനുഷ്യന്മാരുടെ സ്വഭാവം മാറിയാൽ പതിവാണ്, അപ്പോലെ സ്വഭാവം മാറിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ ജോലി ചെയ്യുന്ന ടൈമിൽ ഞാൻ മദ്രസയിൽ അവരെ പഠിപ്പിക്കുമ്പോ കുട്ടികളോട് മൂലിയർച്ചി എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഓക്കാനിക്കും. ഓക്കാനിക്കാനാണ് മനസ്സിലായോ, ഛർദിക്ക. ഇങ്ങനെ ഛർദിക്കാൻ വരും. മൂലിയർച്ചയോ? ഇപ്പൊ നോക്കി, നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഇനിയിപ്പോ അടക്കം പോത്തെ. ഇന്നിപ്പോ ഈ പശുവിന്റെ മാംസം തൃപ്പതിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ മാർക്കറ്റ് പോകുമ്പോ നമ്മൾ പ്രത്യേകം ചോദിക്കും, എരുമേനോ, അല്ലെ, എരുമേനോ എന്ന് ചോദിക്കും. എരുമ നല്ല മാംസാണ്, എരുമയിറച്ചി നല്ല മാംസം. ഇഷ്ടപ്പെടാത്ത എത്രയോ ആളുകളുണ്ട്, ഇഷ്ടം പോലെ. ഇന്നെ സംബന്ധിച്ചിപ്പോ ഞാൻ ഉദാഹരണം പറയാ, ചിലപ്പോ നമ്മൾ അറിയാതെ ചിലപ്പം തിന്നൂനൊക്കെ വരും. എരുമയാണെന്ന് അറിഞ്ഞിട്ട് അത് തിന്നെ കൊണ്ടാവൂല. എന്താ, നമുക്ക് എന്തോ ഒരു ചെതിപ്പ് തോന്നാൻ അതിനോട്. അപ്പൊ എന്നതുപോലെ തന്നെ മൂരിമാംസം തീരെ തൃപ്പതിയില്ലാത്തവരുണ്ടാവും. ഓരോട് ചെന്നിട്ട് നമ്മൾ പറയാണ്, മൂരിയാണ് ഉലൂഹിയ്യത്തറക്കാൻ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. ഓര് പറയാ, എന്താ നാട്ടുകാര് പറയാ, എന്താ പറയാ, ഞങ്ങളെ ഞാൻ തിന്നാലിന്നറി, അല്ലേ? മൂരിയിറച്ചി ഇഷ്ടമില്ലാത്തവന്റെ മുമ്പ് പോയിട്ട് ഉലൂഹിയ്യത്ത് മൂരിനാത്ത ഓനിപ്പോ ഇറച്ചി വാങ്ങാൻ നിൽക്കുവോ? നിങ്ങളെ ഞാൻ തിന്നാലിന്നാണ്, അല്ലേ? നേരെ മറിച്ച് പോത്തിറച്ചി ഇഷ്ടമില്ലാത്ത നാട്ടിൽ പോയിട്ട് പോത്തിറച്ചിനെ ഉലൂഹിയ്യത്തറത്താലോ, നിങ്ങളാ തിന്നാലിന്നറി. അപ്പൊ അവിടെ ഏറ്റവും നല്ലൊരു മസ്അല ഇങ്ങനെ പറയലാണ് നല്ലത്. മൂരിയാണോ പോത്താണോ നല്ലത് എന്നൊക്കെയും പലവരും ചോദിക്കാറുണ്ട്. നമ്മൾ ഏത് നാട്ടിലാണോ ഒരു മൃഗത്തെ അറക്കുന്നത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അതിന് നല്ലത്. അതുകൊണ്ടാണല്ലോ ഒരു ഒട്ടകത്തെ അറക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 7 ആടുകളെ അറക്കല. എന്താ, കൂടുതൽ മൃഗത്തെ അറക്കുക, ഏറ്റവും നല്ല മാംസമാകുക. ചിലപ്പം കീശ കാലിയാവും, അത് വേറെ കാര്യം. വലിയ ഒരു ഒട്ടകത്തെ അറക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 7 ആടുകളെ അറക്കല. കാരണം ഒട്ടകത്തിന്റെ മാംസത്തിനേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ആടുമാംസാണ്. അപൂർവം ചില ആളുകൾ ആദിഷ്ടപ്പെടാത്തവരുണ്ട്, അത് വേറെ കാര്യം. ആത്തിറച്ചി പറ്റാത്തവരുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ ചില കുട്ടികളുണ്ട്, ഒരിക്കൽ ആത്തിറച്ചി വേവിച്ചാൽ അന്ന് ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം പോലും കഴിക്കൂല, അതിന്റെ വാസന പറ്റാത്തവരുണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ പൊതുവില് ആരെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട 1-2 ആൾക്കാർക്ക് ആത്തിറച്ചി പറ്റൂല വെച്ചിട്ട് തിന്നോ, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില മദ്രസയിലെ ഉസ്താദുമാർക്ക് ചെലവ് പറയുമ്പോ
ഉസ്താദുമാർക്ക് ചെലവ് പറയുമ്പോ ചില ഉസ്താദുമാർക്ക് എന്ത് പറ്റൂല, ആത്രച്ച് പറ്റൂല. പക്ഷെ ഈ മൊയ്ലിയർ എന്ത് പറയും, ആത്രച്ച് വേണ്ടട്ടോ, ഇവനിക്ക് വേണ്ടാച്ചിട്ട് മറ്റവർക്ക് വേണ്ടാന്ന് അതിന്റെ അർത്ഥം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങൾ മാംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് കോഴി എന്തല്ല ആദ്യം ഞാൻ കഴിക്കൂല, എനിക്കത് ഇഷ്ടല്ല. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു, ഞാനും തിരുവമ്പാടിയും ഞങ്ങൾ രണ്ടാലും പാടെ ഒരുമിച്ചിട്ട് ഉംറക്ക് പോയി. അങ്ങനെ പലവരും നമ്മുടെ KMIC പല ശ്രോതാക്കളും എന്ത് ചെയ്യും, ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കും. അപ്പൊ ഞാൻ എന്ത് പറയും, തിരുവമ്പാടി കോഴിയും ഒക്കെയും കൂട്ടും, പക്ഷെ എനിക്ക് കോഴി വേണ്ടട്ടോ, എനിക്ക് മീൻ മതി. നേരെ മറിച്ച് ഞാൻ UAE പോയി, ഞാൻ ഒറ്റക്കാണ്, വേറെ ആരുമില്ല, എൻ്റെ ഒപ്പം തിരുവമ്പാടിയില്ല, ആരുമില്ല. UAE നിന്ന് പലവരും ഭക്ഷണത്തിന് വിളിച്ച് ഞാൻ വിളിക്കുന്നവരതൊക്കെ പറയും എനിക്ക് കോഴി മതിട്ടോ, അല്ല സോറി എനിക്ക് മീൻ മതി, ഞാൻ കോഴിയൊന്നും കഴിക്കൂല. കോഴി കഴിക്കാത്ത കുഴപ്പമില്ല, പക്ഷെ ഗൾഫിലെ കോഴിപ്പ് ഏതായാലും ഞാൻ കഴിക്കാൻ തീരുമാനമില്ല. ഇനി നാട്ടിലാരെങ്കിലും ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോ ഞാൻ കോഴി കൂട്ടൂല എന്നാരും മനസ്സിലാക്കണ്ട. എന്ത് ചെയ്യാം, നല്ല അർത്ഥ കോഴിക്കാണെങ്കിൽ നമ്മൾ തിന്നാത്ത കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞമ്മക്കൊരു മുതല് പറ്റൂലാച്ചിട്ട് മൊത്തത്തിൽ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റുന്നവരെ മുടക്കലാവും. അത് നമ്മൾ പ്രത്യേകം, അതൊക്കെ ഒരു മര്യാദയാണ് ഭക്ഷണത്തിന്റെ. ചിലപ്പോ നമ്മൾ എല്ലാവരും പാടെ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ ഇനി വേണ്ടത്തോന്ന് പറയും, ഇനി ആർക്കെങ്കിലും ചോറോ എന്താ വാന്തേന്ന് ഇങ്ങനെ ഈ സപ്ലൈസർ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഇവനിക്ക് മതിയായപ്പം പറഞ്ഞൊന്നും വേണ്ട, ഒക്കെ വാഹത്തായിന്ന്. ചിലപ്പം വേറെ രണ്ടാള് കുറച്ചും പാടെ കിട്ടിയാൽ കുഴപ്പമില്ല വെച്ചിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവും. ഇനി ആർക്കൊന്നും വേണ്ട വാഹത്തായി എന്ന് പറയുമ്പോഴേക്ക് സപ്ലൈസർ എന്ത് ചെയ്യും, ആ ഭാഗത്തുനിന്ന് പോകും, എനിക്ക് വേണ്ട, എനിക്ക് ഇനി ഒന്നും വേണ്ട, എനിക്കൊക്കെ വാഹത്തായി. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഏതായിരുന്നാലും എന്റെ വിഷയം എന്താ, മൂര്യാണോ നല്ലത് പോത്താണോ നല്ലത്, ഒരു നാട്ടുകാര് ആരെങ്കിലും ഒറ്റപ്പെട്ട് ചിലവരൊക്കെയും അത് കഴിക്കാത്തവരുണ്ടെങ്കിൽ അത് വിഷയമല്ല. അപ്പൊ ഏതായിരുന്നാലും ഏറ്റവും നല്ല മാംസമാണ് അതുകൊണ്ട് ആടാണ് നല്ലത്, അത് മറ്റൊരു വിഷയം. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറയുന്നത് ഈ പശു, അത് ഞാൻ അതിന്റെ ഏതെങ്കിലും ഒരു ചർച്ചയിലേക്ക് ഞാൻ കടന്നു വന്നതാണ്. ഏതായിരുന്നാലും വീട്ടിൽ എന്ത് ചെയ്തു, ഒരു പശു പ്രസവിച്ചു. പശു പ്രസവിച്ച സമയത്ത് എന്താക്കി, അതിലൊരു കുറ്റിനെന്താക്കി, നമ്മൾ ഒലുഹിയത്തറക്കാൻ നേർച്ചയാക്കി. ഇപ്പൊ നമ്മൾ വിഷയം തെറ്റിപ്പോവരുത്. 2 വയസ്സാവണമെന്ന് നമുക്ക് എല്ലാവർക്കും മസ്അല അറിയാം, പക്ഷെ 2 വയസ്സ് പൂർത്തിയാവണമെന്ന് അറിയാത്ത പലവരുമുണ്ട്. കൂട്ടത്തിൽ അവർ ഒരു മസ്അല കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾക്കൊക്കെ ഉപകരിക്കും. നമ്മളിപ്പോ ഒലുഹിയത്ത് അല്ലെങ്കിൽ ഹഖീഖത്ത് എല്ലാവരും ചെയ്യുമല്ലോ, നമ്മൾ ഒലുഹിയത്ത് അറക്കാത്ത പലവരുമുണ്ട് കഴിവുണ്ടായിട്ട്. പക്ഷെ ഹഖീഖത്ത് എല്ലാവരും മാമൂലായിട്ടെങ്കിലും ചെയ്തു പോകുന്നുണ്ട്, കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരാൾക്കും താല്പര്യം ഉണ്ടായിട്ടല്ല ഈ ഹഖീഖത്തൊന്നും നടക്കണമെങ്കിൽ. സത്യം അതാ. വളരെ ചുരുങ്ങിയ പേരാണ് ഒരു അല്ലാഹു തആലാന്റെ വജ്ഹ് വിചാരിച്ച ഹഖീഖത്ത് നടക്കുന്നവര്. നല്ലൊരു ശതമാനം ആളുകൾ ഒരു മാമൂൽ ഉദ്ദേശിച്ച് ചെയ്യാനും വെറുതെ കായി കളയുന്ന മക്കളെ, വെറുതെ സുന്നത്തില്ലാതെ. ഹഖീഖത്തൊക്കെയും ഒരു രക്ഷിതാവിന് ഒരു പിതാവിന് സുന്നത്താവാൻ അതൊരു പാട് മര്യാദകളുണ്ട്, ഒരു പാട് നിയമങ്ങളുണ്ട്. ആ നിയമമൊന്നും നോക്കാതെ വെറുതെ കാശ് കടം വാങ്ങി നാട്ടേരെ മുമ്പിൽ ഒരു മൃഗത്തറത്തു പോത്തിനറത്തു എന്ന പേര് കിട്ടുമെന്നല്ലാതെ കണ്ട് ഒരു കാര്യവും അതുകൊണ്ട് കിട്ടൂല. അതൊക്കെ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഏതായിരുന്നാലും ഹഖീഖത്ത് അളക്കുന്നവരുണ്ടാവുമല്ലോ, മാമൂലിനാവട്ടെ ഏത് നിലക്കാവട്ടെ. നമ്മൾ ചിലപ്പം നല്ല നിലയിൽ അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും അല്ലാഹു തആലാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അപ്പൊ നമ്മളൊരു വയസ്സ് എങ്ങനെ തീരുമാനിക്കുക, അതൊരു വിഷയമാണ്. ഇതിന്റെ എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട എന്റെ വിഷയം, ഒരു പശു പ്രസവിച്ചു, ഒരു മൂരിക്കുട്ടി പ്രസവിച്ചു, അതിനെ നമ്മൾ നേർച്ചയാക്കി. അതിൽ വരുന്ന ഒരു അബദ്ധത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. ഒരുപാട് സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന മസ്അല. അപ്പൊ നമ്മൾ വയസ്സിന്റെ വിഷയം പറഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളിലേക്ക് കടന്നു വന്നതാണ്. നമ്മളൊക്കെയും ഉലൂഹിയത്തറക്കാൻ അതല്ലെങ്കിൽ ഹഖീഖത്തറക്കാൻ വേണ്ടി മൃഗത്തെ വാങ്ങുമ്പോ അതിപ്പോ കേരളത്തിൽ കിട്ടുന്നത് കോലാതാണ്, അല്ലെങ്കിൽ മൂരി, എരുമ, പശു, പോത്തു പോലോത്തതാണ്. അതിനൊക്കെയും 2 വയസ്സ് പൂർത്തിയാവണം, 3ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികളുടെ വയസ്സിന്റെ മാതിരി 2ാമത്തെ വയസ്സായ പോരാ, 2ാമത്തെ വയസ്സ് പൂർത്തിയാവണം. അപ്പൊ അതൊക്കെ എങ്ങനെ അറിയും ഉസ്താദെ? അതിനു മഹാന്മാർ ഫിഖിന്റെ കിതാബിലൊക്കെയും പറയുന്നുണ്ട്. നമ്മൾ തന്നെ വളർത്തിയുണ്ടാക്കിയ ഒരു മൃഗാണ്,
ഇപ്പൊ ഞാൻ അക്കീക്കത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗം അല്ലെങ്കിൽ ഞാൻ ഉലൂഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്ന മൃഗം ഞാൻ തന്നെ വളർത്തിണ്ടാക്കിയതാണ്. എന്റെ വീട്ടിൽ തന്നെ പ്രസവിച്ച് വളർത്തിണ്ടാക്കിയ ഒരു മൃഗമാണ്. നമുക്കറിയല്ല അതിന് എത്ര വയസ്സായി അല്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ വളർത്തിണ്ടാക്കിയത് വാങ്ങുകയാണ്. ഒരാൾ നാട്ടിൽ ആരോ ഒരു മൃഗത്തെ വളർത്തിണ്ടാക്കിയിട്ടുണ്ട്. ഓനത് വിൽക്കാൻ വേണ്ടി തീരുമാനമാണ്. അപ്പൊ നമുക്കാണെങ്കിലോ ഉലൂഹിയ്യത്തിനോ അക്കീക്കത്തിനോ ഒരു മൃഗം വേണം. അപ്പൊ നമ്മൾ ചോദിച്ചു, എനിക്കിങ്ങനെ ഉലൂഹിയ്യത്തിനുള്ള ഒരു മൃഗമാണ് അല്ലെങ്കിൽ അക്കീക്കത്തിനുള്ള മൃഗമാണ്, എത്ര വയസ്സയക്കണ്? ഓൻ പറഞ്ഞെന്ത് അതിന് ഇത്ര വയസ്സയക്കണ് എന്ന്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ മസല ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ വളർത്തിയ മൃഗവുമല്ല, നമുക്ക് വിശ്വാസയോഗ്യമായി ആളുകൾ വളർത്തിണ്ടാക്കിയ മൃഗവുമല്ല. നമ്മൾ മൃഗത്തെ വാങ്ങാൻ നേരെ പോകുന്നത് എങ്ങോട്ടാ? ചേലാരി ചന്തയിലേക്കാ, അല്ലെങ്കിൽ വാനിയംകുളം ചന്തയിലേക്കാ, അല്ലെങ്കിൽ പെരുമ്പിലാവ് ചന്തയിലേക്കാ. അവിടെ ചെന്നിട്ടാണ് ഇപ്പൊ പൊതുവിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. പൊതുവിൽ അക്കീക്കത്തറക്കുന്ന മൃഗവും അല്ലെങ്കിൽ ഉലൂഹിയ്യത്തറക്കുന്ന മൃഗവും ഒരിക്കലും നമ്മൾ വളർത്തിണ്ടാക്കിയതല്ല, അല്ലേ? നമ്മൾ വളർത്തിണ്ടാക്കിയത് പാലും അക്കീക്കത്തോ ഉലൂഹിയ്യത്തോ അറക്കുന്നില്ല. നാട്ടിൽ നിന്നും പറ്റാകുന്ന മൃഗത്തെ കിട്ടൽ കുറവാണ്, അല്ലെ? ഒരു ഉലൂഹിയ്യത്തിനോ അക്കീക്കത്തിനോ പറ്റാകുന്ന ഒരു മൃഗത്തെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് കിട്ടലും വളരെ കുറവാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ? നേരെ ചന്തയെ കണ്ടുകൂടും, അല്ലെ സക്കാഫിസ്താരെ? നേരെ ചന്തയിൽ പോയിട്ടാണ് നമ്മൾ കന്നിനെ വാങ്ങുക. അവര് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ചേലാരി ചന്തയിൽ ചെന്ന് ഒരു പോത്തിനെ കണ്ട്, കുറെ പോത്തുകൾ ഉണ്ടാവേ ചേലാരിയിലല്ല, ചേലാരി ചന്തയിലാ തന്നെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ചേലാരി ചന്തയിൽ കുറെ പോത്തുണ്ട്, നല്ല രസം. ഇന്നും കന്നും കച്ചവടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു ചന്ത തന്നെയാണ് ഏത്? ചേലാരി ചന്ത. ചൊവ്വാഴ്ചയാണ് ചന്തയുള്ളത്. ഞാൻ ചന്ത കാണണമെന്ന ആഗ്രഹമുള്ളത് ചൊവ്വാഴ്ച ഒന്നാണ്ട് ചേലാരി പോയാൽ മതി, ഒരുപാട് പോത്തേലെ കാണാം. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ കണ്ട്, അങ്ങനെ ഒരു കച്ചവടക്കാരനോടാണ് നമുക്കൊരു ഉലൂഹിയ്യത്ത് അറക്കാൻ പറ്റാവുന്ന ഒരു മൃഗത്തെ വേണം. ഓനങ്ങട്ട് പറഞ്ഞു നന്നാക്കി. ഈ കച്ചവടക്കാരൻ വിശ്വസ്തനാണ്, നീതിമാനാണെങ്കിൽ എന്തേ ലൈവ് ഉണ്ടാ? കബീർ പീപ്പി ലൈവ് ഉണ്ട്, എന്തോ മൈക്ക തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ, നമ്മളെ കൂരിയാത് ഉസ്താദ് അല്ലേ? കൂരിയാത്ത ലൈവ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. കബീർ പീപ്പി ശബ്ദം കേൾക്കണ്ട? ഹലോ, കബീർ മൈക്ക തരുമോ എന്ന് ചോദിച്ചു. PMI അല്ലേ? ഫ്രം കൂരിയാട്. ഇൻഷാ അല്ലാഹ്. കൂരിയാത്ത നേർച്ചയാണ് അബുസുന്, അല്ലെ? നമുക്ക് ലൈവ് കൊടുക്കാതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. മഹാനായ തേനൂയിലേരി പാപ്പയുടെ 47ാമത്തെ ഉറൂസാണ്. ഒരുപാട് ആലിമീങ്ങളും സാലിഹീങ്ങളും മുത്താലിമീങ്ങളൊക്കെ പങ്കെടുക്കുന്ന നല്ലൊരു ആത്മീയമായ സദസ്സിന്റെ ലൈവാണ് നമ്മുടെ കബീർ പീപ്പി. ആ ലൈവുമായി വന്നിട്ടുണ്ട്. അതിന് ലൈവിന് വേണ്ടി മൈക്ക കൈമാറുന്നു. എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മസാലകളൊക്കെയും നമ്മളൊക്കെ ഇങ്ങനെ അക്കീക്കത്തോ ഉലൂഹിയ്യത്തോ അർത്താ പോലത്തോ ചന്തയിൽ പോയിട്ടാണ് നമ്മൾ മൃഗത്തെ വാങ്ങുക. ഞാൻ കബീർ പീപ്പി 2 മിനിറ്റ് ഞാനിപ്പോ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പൊ അവരോടൊന്ന് പ്രത്യേകിച്ച് പറയാണ്, ഈ ക്ലാസിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് ഇന്ന് തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകും. ഇനി എങ്ങനെയാണ് ലൈവ് എപ്പോഴാ കഴിയാനൊന്നും എനിക്കറിയില്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മളൊരു മൃഗത്തെ ചന്തയിലേക്ക് വാങ്ങാൻ പോകുമ്പോ ഞാൻ വാങ്ങുന്ന മൃഗം അത് ഉലൂഹിയ്യത്തിനും ഹഖീഖത്തിനും പറ്റാവുന്നതാണോ, എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മസ്അല എന്ന് ശ്രദ്ധിക്കാതെ ചന്തയിലുള്ള ആൾക്കാരെ വാക്കും കേട്ടുങ്ങാണ്ട് ഒരു പോത്തിന് വാങ്ങിക്കൊണ്ട് അത് തല്ലിത്തറോണ്ടൊന്നും ചിലപ്പോൾ നമുക്ക് ഹഖീഖത്തിന്റെ കൂലി കിട്ടൂല. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ചു പറയുന്നു, സാമ്പത്തികമായി ചെലവുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇബാദത്തിന്റെ പ്രതിഫലവും കിട്ടൂല, നമുക്ക് വലിയ സംഖ്യകൾ നഷ്ടവും വരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി ലൈവിന് വേണ്ടി കൂരിയാട് തേനൂരിയേരി പാപ്പയുടെ 47ാം ഉറൂസിന്റെ മസ്അല ഇൻഷാ അല്ലാഹ് ഏതായാലും ലൈവ് വന്നിട്ടുണ്ട്, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒന്നും കൂടി നോക്കും വേണം. ഏതായിരുന്നാലും ലൈവിന് വേണ്ടി മൈക്ക കൈമാറുന്നു. അസ്സലാമു അലൈക്കും.